ഇപ്പോൾ വിഴിഞ്ഞത്ത് മുങ്ങിയ ബോട്ട് ഉയർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കനത്ത മഴയിൽ മുങ്ങിയൊരു ബോട്ടാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ കരാറിനെടുത്ത ഓങ്കാര ബോട്ടാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ബോട്ട് ഉയർത്തി കഴിഞ്ഞോ? എസ്കേൻ ബോട്ടിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞു. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഈ മണ്ണിൽ പൂഞ്ചിയ നിലയിലായിരുന്നു ബോട്ട്. കഴിഞ്ഞ 8 ദിവസം മുൻപ് ശക്തമായ മഴയിലാണ് ഈ കാറ്റിൽ ഈ നങ്കൂരം ഇളകുകയും ബോട്ട് താഴേക്ക് മുങ്ങിപ്പോകുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ബോട്ട് ഉയർത്തി ഒരു പകുതി വരെ ഉയർത്തി. ഈ ഉയർത്തി നിർത്തി കൂടുതൽ വെള്ളമെല്ലാം മാറ്റിയ ശേഷമായിരിക്കും കൂടുതൽ ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഈ 15 വർഷം പഴക്കമുള്ള ബോട്ടാണ്. സർക്കാർ കരാറിനെടുത്ത ശേഷം ആ കരാർ കാലാവധി അവസാനിപ്പിച്ച ശേഷം വിഴിഞ്ഞം ഹാർബറിൽ എത്തിച്ച് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു. അതാണ് മുങ്ങിയത്. എന്തായാലും ഓംകാര എന്ന ഈ ബോട്ട് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേരത്തെ തന്നെ സ്കൂബ ഡൈവേഴ്സ് ടീമെല്ലാം താഴെ എത്തി ഇതിൻ്റെ പൊസിഷനെല്ലാം നോക്കി വിലയിരുത്തി. അതിനുശേഷമാണ് വലിയ ക്രെയിൻ ഇവിടെ എത്തിച്ച് അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ. അങ്ങനെ ഒരു ഭാഗം, അതായത് ഏകദേശം ഒരു എഞ്ചിൻ്റെ ഭാഗം വരുന്ന ഒരു പ്ലേസ്, അത് ആ ഭാഗമാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ഇനിയും സമയമെടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇത് പൂർണ്ണമായി ഉയർത്തി വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അത് ഈ രീതിയിൽ വെള്ളം ഒരു ഭാഗത്തേക്ക് മാറ്റി ഉയർത്തി വെള്ളത്തിൻ്റെ ഒരു സാധ്യത, അതായത് കൂടുതൽ വെയിറ്റ് എല്ലാം കുറച്ച ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു പൂർണ്ണമായി ഉയർത്തിക്കൊണ്ട് വരുന്ന രീതിയിലേക്ക് നടപടി എത്തിയാലും ആ ദൃശ്യങ്ങൾ, അതായത് സ്കൂബ ഡൈവേഴ്സ് അതിൻ്റെ പൊസിഷനെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അതിനനുസരിച്ച് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ പൊസിഷൻ, അതായത് ഇതിൻ്റെ ഇനി എങ്ങനെ ഇതിന്റെ പൊസിഷൻ ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഉയർത്തുന്നത് അറിയോ? എന്നിട്ട് പിന്നെ അവർ അടുത്ത കമ്പി കയർ കൊണ്ടുവന്നാൽ തന്നെ എന്തെങ്കിലും പറയാൻ പറ്റും. ഇങ്ങനെ തന്നെ നിർത്താൻ ഇപ്പോൾ പറ്റുള്ളൂ അല്ലേ? നിലവിലെ ഒരു അതിപ്പോൾ നിലവിൽ ഇങ്ങനെ തന്നെ നിർത്താൻ പറ്റും. എന്നാൽ തന്നെ ആ കമ്പി ഇടേണ്ട എന്തെങ്കിലും വഴി കണ്ടിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അതിന് കമ്പി പറഞ്ഞത് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി കൂടുതൽ ഈ ക്രെയിനിൽ ഉപയോഗിക്കാനുള്ള കമ്പികൾ വരാനുണ്ട് അല്ലേ? അത് കമ്പി വന്നതിന് ശേഷം തന്നെ ബാക്കി എന്തെങ്കിലും പറയാൻ പറ്റും. കാരണം അത് ഇടേണ്ട പ്ലാനിങ് പിന്നെ നോക്കണം. നോക്കിയതിന് ശേഷം തന്നെ എന്തെങ്കിലും പറയാൻ പറ്റും. ഡൈവേഴ്സ് എല്ലാം താഴെ എത്തിയിട്ട് എന്താ പറഞ്ഞ ഒരു കറക്റ്റ് പൊസിഷൻ എന്താണ്? നിങ്ങൾ താഴെ എല്ലാം പൊസിഷൻ എങ്ങനെയാണ്? ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കായിരുന്നു. പകുതി ചെളിയിലും പിന്നെ കല്ലിലായിട്ട് പൂണ്ട് കിടക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഷാഫ്റ്റിലേക്ക് എത്താൻ പറ്റില്ല. കാരണം നമ്മൾ നേരെ എത്തിപ്പെടുന്നത് ഈ ബാക്ക് സൈഡ് മാത്രമാണ്. ഷാഫ്റ്റിലേക്ക് എത്തണമെങ്കിൽ അടിയിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കെട്ടിയിട്ട് ബോട്ട് മറയ്ക്കാനുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിരുന്നു. 2 സൈഡിൽ ഇട്ടെങ്കിൽ ഈസിയായിട്ട് പൊന്തിയാനെ പൊക്കാൻ നോക്കിയപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇത്ര വരെ പൊക്കാൻ കിട്ടി. ഇനിയിപ്പോൾ ഈ ഷാഫ്റ്റിൽ കെട്ടുക, നേരെ പൊക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. വളരെ വേഗത്തിൽ. ഇനിയിപ്പോൾ കൂടുതൽ ക്രെയിൻ്റെ ഉപയോഗമുണ്ട്? അതോ ഈ ഒരൊറ്റ ക്രെയിൻ്റെ ആണ് ആവശ്യം. ഈ ക്രെയിൻ മാത്രം മതി. ഇനി ഇവരുടെ കയ്യിലാണ് മൊത്തം. നമ്മളെ സാധനം കെട്ടി പിന്നെ മണ്ണിൽ നിന്ന് പൂഞ്ചിയത് മാറ്റി ഇനി അത് ആ ഷാഫ്റ്റിൽ കെട്ടി കിട്ടിയാൽ ഇവർക്ക് അത് ഈസി ആയിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. എഞ്ചിൻ സൈഡാ ആ ഭാഗം? ഇത് പ്രൊപ്പലർ വെയിറ്റുള്ള ഭാഗമാണ്. വെയിറ്റ് എന്നല്ല, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണത്. അപ്പോൾ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. എത്ര സമയം എടുക്കും ഏകദേശം പൂർണ്ണമായി ഉയർത്തി? ആ ഷാഫ്റ്റിൽ കെട്ടാനുള്ള ടൈം അതിപ്പോൾ നമുക്ക് ഈ മുകളിൽ കെട്ടിരിക്കുന്നത് സ്ട്രോങ് ആണെന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോയി കെട്ടാം. ഇതിനൊരു സപ്പോർട്ട് കിട്ടാത്തടത്തോളം കാലം നമ്മളിതിന് താഴെ പോയാൽ അത് പൊട്ടിയ ബോട്ടിൻ്റെ ഒപ്പം ഞങ്ങൾ താഴെ പോകും. നമ്മളതിൻ്റെ അടിയിലായിരുന്നു. കൂടുതൽ സുരക്ഷിതമായി ഈ ക്രെയിനെല്ലാം കെട്ടിയ ശേഷം മാത്രമായിരിക്കും കൂടുതൽ ഉയർത്തുന്നതിലേക്ക് നടപടി എത്തുക. എന്തായാലും ഈ രീതിയിൽ മതി. അതായത് ഇപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയ ഭാഗത്താണ് ഈ ക്രെയിൻ കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ ഉയർത്തിയെടുക്കാൻ കഴിയും. പക്ഷേ അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് പരീക്ഷിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് നടത്തുന്നത്. എസ്കേൻ.